എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ടെസ്റ്റ് പേപ്പറിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 2026 ജൂൺ ബാച്ചിലേക്കുള്ള പ്രിപ്പറേഷൻസിലാണ് നമ്മൾ എല്ലാവരും അല്ലേ? അതിൽ ആദ്യത്തെ ടെസ്റ്റ് പേപ്പർ ആയിരുന്നു നമ്മൾ പ്രാവശ്യം ഇട്ടുന്നത്. സോ ഇത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് എക്സാമിൽ ചോദിച്ച് കാണാറില്ല. ചില ചോദ്യങ്ങൾ ഒഴിച്ച് ഈ പറഞ്ഞ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ അടുത്ത നമ്പർ ഏതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിൽ വരാറുണ്ട്. അല്ലാതെ മറ്റു തന്നിരിക്കുന്ന ഒരു ചോദ്യങ്ങളും എക്സാമിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളല്ല. പക്ഷെ മാത്സിന്റെ ബേസിക്സ് പഠിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ബേസിക്സ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വർക്കൗട്ടുകളും മറ്റു കാര്യങ്ങളും ചെയ്തു നോക്കണം എന്നുള്ളത് കൊണ്ടുമാണ് ഏറ്റവും ആദ്യത്തെ ആഴ്ചയിലെ ടെസ്റ്റ് പേപ്പറിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വഴിയെ നമ്മൾ ഏറ്റവും ബേസിക്സ് തുടങ്ങി അതിന്റെ ഏറ്റവും ഹയർ വേർഷൻസിലേക്കൊക്കെ നമ്മൾ അപ്പോൾ ഏറ്റവും ബേസിക്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നത് അല്ലെ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഒക്കെ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? ഫൈൻഡ് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സീരീസ് ഗിവൻ ബിലോ. അല്ലെ, എന്തായിരുന്നു? 1, 27, 125, 343. അടുത്ത് എന്തായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം വന്നത് അല്ലെ? നമുക്കറിയാം 1ഉം 27ഉം 125ഉം 343 ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 1 മുതൽ 25 വരെയുള്ള സ്ക്വയറുകളും 1 മുതൽ 10 വരെയുള്ള ക്യൂബുകളും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇത് എക്സാമിന് ചില സമയങ്ങളിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം 1 എന്ന് പറയുന്നത് എന്തിന്റെ ക്യൂബാണ്? 1ന്റെ ക്യൂബ് 1ന്റെ സ്ക്വയർ. 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്. 125 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബാണ്. 343 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആദ്യം 1ന്റെ ക്യൂബ് അല്ലെ, പിന്നെ അടുത്തത് 3ന്റെ ക്യൂബ്, പിന്നെ അടുത്തത് എത്രയുടെ ക്യൂബ്? 5ന്റെ ക്യൂബ് അല്ലെ, അടുത്തത് 7ന്റെ ക്യൂബ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ 1, 3, 5, 7 ഒറ്റ എടുത്ത് വരേണ്ടത് എന്താണ്? 9ന്റെ ക്യൂബാണ് അവിടെ വരേണ്ടത്. 9ന്റെ ക്യൂബ് എത്രയാണ്? 729 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയണമെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ എന്തറിയണം? ക്യൂബുകളും നമുക്ക് കൃത്യമായിട്ട് അറിയണം അല്ലെ? അതേപോലെ സ്ക്വയേഴ്സും കാണാതെ പഠിച്ചു വെക്കണം. 1 മുതൽ 25 വരെയുള്ള സ്ക്വയർ എങ്കിലും മിനിമം നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. 1 മുതൽ 9 വരെയുള്ള ക്യൂബ് അല്ലെങ്കിൽ 10 വരെയുള്ള ക്യൂബ് നമ്മൾ മിനിമം ബൈഹാർട്ട് ചെയ്യണം. കൂടുതൽ ബൈഹാർട്ട് ചെയ്താലും കുഴപ്പമില്ല, ഏറ്റവും മിനിമം ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അറിയുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതിന്റെ ആൻസർ അടുത്ത് എന്തായിരിക്കും എന്നുള്ളത് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ? എത്രയായിരിക്കും ഇവിടുത്തെ ആൻസർ? 729 ആയിരിക്കും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എനിക്കറിയാം അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? 12 + 5 - 8 + 3. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്ത് വന്നാൽ മതി. കാരണം പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്ത് വന്നാൽ മതി. 12 × 5 = 17. 17 8 പോയാൽ എത്ര കിട്ടാ? 17 8 പോയാൽ 9 കിട്ടും. 9 + 3 12 എന്നതായിരിക്കും ഇവിടുത്തെ ആൻസർ കേട്ടോ. 12 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻസിൽ അങ്ങനെയുള്ള ആൻസർ ഇല്ല. ശരിക്കും ഞാനിവിടെ 1 ഇടാൻ വിട്ടുപോയതാണ്. അപ്പൊ 12 ഓപ്ഷൻസിൽ അത് തെറ്റിപ്പോയതാണ്. 12 ആണ് ഓപ്ഷൻ ബി ആൻഡ് -12 ആണ് ഓപ്ഷൻ ഡി. ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? 12 ആയിരിക്കും ആൻസർ. അപ്പൊ എന്ത് ചെയ്താൽ മതി? പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ എക്സാമിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. പക്ഷെ നമുക്ക് എന്തറിയണം? ഏറ്റവും ആദ്യം അല്ലെ എവിടെ മീൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ പ്ലസും മൈനസും മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എത്തുമ്പോൾ കണ്ടുപിടിക്കേണ്ടി വന്നാൽ, ലാസ്റ്റ് സ്റ്റെപ്പിലോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ അറിയണം അല്ലെ? അപ്പൊ അത് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എത്രയാണ് ഇവിടുത്തെ ആൻസർ? എന്താ ചെയ്യേണ്ടത്? പ്ലസ് മൈനസ് മാത്രം വരികയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെ ചെയ്തു വന്നാൽ മതി. 12 × 5 = 17. 17 8 പോയ 9. 9 + 3 12 എന്തായിരിക്കും ആൻസർ വരിക? ഓക്കെ അല്ലേ? യെസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു 5 + 5 × 5 ÷ 5 - 5 / 5 - 5. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? നമുക്കറിയാം പ്ലസും മൈനസും ഇൻറ്റു ഡിവിഷൻ ഒരേ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്. എന്തായിരുന്നു ആ റൂൾ? ദാറ്റ് ഈസ് ബോട്ട് മാസ് അല്ലെ? ബോട്ട് മാസ് റൂൾ അനുസരിച്ച് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു ബോട്ട് മാസ്? ബോട്ട് മാസ് മീൻസ് ബിഫോർ ബ്രാക്കറ്റ് അല്ലെ? ഏറ്റവും ആദ്യം നമ്മൾ ബ്രാക്കറ്റിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ബ്രാക്കറ്റിനകത്ത് ഒന്നുമില്ല അല്ലെ? ബ്രാക്കറ്റ് ആയിട്ടൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിനെ കുറിച്ച് ആലോചിക്കുന്ന അടുത്ത ഓ മീൻസ് ഓഫ് എന്നാണ്. ശരിക്കും 5/3 എന്ന് പറഞ്ഞാൽ 5 × 3 തന്നെയാണ് ചെയ്യേണ്ടത്. 5 ഇൻറ്റു തന്നെയാണ് ഓഫിന്റെ അർത്ഥം. 5 ഇൻറ്റു ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഒക്കെ തരാം. ഇതിന്റെ അർത്ഥം 15 തന്നെയാണ്. 5 × 3 15 തന്നെയാണ് എഴുതുന്നത്. പക്ഷെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ഡിവിഷന് ശേഷമാണ് സാധാരണ ചെയ്യാറുള്ള. പക്ഷെ ഓഫ് വരികയാണെങ്കിൽ ഡിവിഷന് മുമ്പായിട്ട് നമ്മൾ അത് ചെയ്യണം എന്നുള്ള കേസ് മനസ്സിലാക്കി. M for multiplication and A for എന്തായിരിക്കും? അഡീഷൻ
പ്ലസ് ചെയ്യണം, പിന്നെ എസ് ഫോർ സബ്ട്രാക്ഷൻ അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം ബ്രാക്കറ്റിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഓഫ് എന്നുള്ള ഒരു കണ്ടീഷൻ ചെയ്യണം, പിന്നെ ഡിവൈഡ് ചെയ്യണം, പിന്നെ ഇൻഡു ചെയ്യണം, പിന്നെ പ്ലസ് ചെയ്യണം, പിന്നെ മൈനസ് ചെയ്യണം. ഇതാണ് അതിന്റെ റൂൾ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കുമ്പോൾ ബ്രാക്കറ്റില്ല ഓഫ് ഇല്ല, പക്ഷെ എന്തുണ്ട്, ഡിവിഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഏത് തമ്മിൽ ഡിവൈഡ് ചെയ്യണോ അതിന്റെ താഴെ ചുമ്മാ ഒരു വര വരച്ചു വെക്കാം. ഓക്കെ, ബാക്കിയുള്ള എന്തൊക്കെയാണ്, 5 പ്ലസ് 5 ഇൻറ്റു 5/5 ആൻസർ എത്രയാ, 1 ആണ് അല്ലെ. മൈനസ് 5/5 എത്രയാ, 1 മൈനസ് 5 എന്ന് വരും. ഇനി നമുക്കറിയാം എന്താണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്, ബ്രാക്കറ്റുകളില്ല ഓഫിൽ ഡിവിഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ നോക്കൂ, 5 ഇൻറ്റു 1. ഓക്കെ, ബാക്കിയൊക്കെ അതേപോലെ താഴേക്ക് എഴുതാം. 5 എഴുതി, പ്ലസ് എഴുതി, 5 ഇൻറ്റു 1ന്റെ ആൻസർ ആയിട്ടുള്ള 5 ഇവിടെ എഴുതാം, മൈനസ് 1 മൈനസ് 5 എന്ന് എഴുതാം. ഇനി പ്ലസും മൈനസും മാത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യാമെന്ന് നിൽക്കണ്ട, ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്തു വന്നോളൂ. ഇപ്പൊ 5 5 കൂട്ടണം, മൈനസ് 1 എത്ര വരിക, 9, 9 മൈനസ് 5 എത്ര വരിക, 4 വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും, 4 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. സിമ്പിൾ അല്ലേ. ആ റൂള് പഠിച്ചു വെച്ചാൽ, ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് പഠിച്ചു വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, ചില ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോൾ ഏറ്റവും ലാസ്റ്റേക്ക് എത്തുമ്പോൾ എന്തും കൂടെ വരുന്നു, പ്ലസും മൈനസും ഇൻറ്റു ഡിവിഷനും ഒക്കെ ഒരേ ക്വസ്റ്റ്യൻ അകത്ത് വരികയാണെങ്കിൽ അവിടെയും നമ്മൾ ബോർഡ് മാസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്തെത്തുമ്പോഴും നമുക്ക് പ്ലസും മൈനസും ഇൻറ്റു ഡിവിഷനും ഒക്കെ ഒരേ ക്വസ്റ്റ്യൻ അകത്ത് വന്നാൽ ഏത് റൂൾ അനുസരിച്ച് ചെയ്യണം, ബോർഡ് മാസ് റൂൾ അനുസരിച്ച് നമ്മൾ ചെയ്യണം എന്നുള്ള കേസ് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ. മൂവിങ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇവിടെ ബ്രാക്കറ്റ് കൂടി ഉണ്ട് അല്ലേ, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ ബ്രാക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ബ്രാക്കറ്റിനകത്ത് കുറെ ബ്രാക്കറ്റുകൾ വേറെയുണ്ട് അല്ലെ. ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ആണ് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ ഇതേപോലെ എഴുതുന്നു, 76 എന്ന് എഴുതുന്നു, മൈനസ് ഇവിടെ എത്രയാ, 90 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു എന്താ പിന്നെ വരുന്നത്, 24 മൈനസ് 36 ഡിവൈഡഡ് ബൈ 3 അല്ലെ. ഞാനത് ഒന്ന് എഴുതിയതിനു ശേഷം നമുക്ക് ചെയ്യാം. 6 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ് വരുന്നത്. എന്നിട്ട് ഈ ഒരു ബ്രാക്കറ്റും മറ്റൊരു ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. അപ്പൊ ഏറ്റവും ഉള്ളത്തെ ബ്രാക്കറ്റിലേക്ക് പോകുമ്പോൾ ഇതാണ് ഏറ്റവും ഉള്ളത്തെ ബ്രാക്കറ്റ്. അവിടെ 24 മൈനസ് 36 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്നത്. അവിടെ മൈനസും ഡിവിഷൻ വീണ്ടും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വീണ്ടും ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. അതിനുള്ളിൽ വീണ്ടും ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനുള്ളിൽ ഏതാ നമ്മൾ ചെയ്യേണ്ടത്, മൈനസ് ചെയ്യണോ ഡിവിഷൻ ചെയ്യണോ, യെസ് ഡിവിഷൻ ആണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുക അല്ലെ. ബോർഡ് മാസ് അനുസരിച്ച് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. അപ്പൊ ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. 36 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. ബാക്കി ഒന്നും ഒരു ബ്രാക്കറ്റ് വ്യത്യാസം ഇല്ലാതെ അങ്ങനെ എഴുതാം. 76 മൈനസ് അടുത്ത ബ്രാക്കറ്റ് 90 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിൽ എപ്പോഴും നമ്മൾ ഒരു ബ്രാക്കറ്റ് പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ സിംഗിൾ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടണം. അപ്പൊ ഇവിടുത്തെ കേസിൽ 24 മൈനസ് 36 ബൈ 3 പറയുമ്പോൾ നമ്മൾ 36 ബൈ 3 മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ 24 മൈനസ് 36 ബൈ 3ന്റെ ആൻസർ ആയിട്ടുള്ള 12 ഇവിടെ എഴുതി. അപ്പോൾ ആ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ ഇടണം, ഡിവൈഡർ ബൈ 3 എന്നിട്ട് ബാക്കി എല്ലാ ബ്രാക്കറ്റും നമ്മൾ ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, വീണ്ടും ഉള്ളത്തെ ബ്രാക്കറ്റിലേക്ക് വരുമ്പോൾ 24 മൈനസ് 12 ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഒരു സിംഗിൾ ബ്രാക്കറ്റിലേക്ക് മാറ്റുന്നു. അപ്പൊ ഇഗെയിൻ ഇവിടെയുള്ള ബാക്കിയൊക്കെ അതേപോലെ എഴുതുക. 76 മൈനസ് 90 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 24 മൈനസ് 12 എത്ര വരിക, 12 എന്നാണ് വരിക. അത് അപ്പൊ ഒരു സിംഗിൾ ആൻസറിലേക്ക് വന്നില്ലേ, 24 മൈനസ് 12 എന്ന് പറയുന്ന ഒരു സിംഗിൾ ആൻസറിലേക്ക് വന്നില്ലേ. ഇനി ബ്രാക്കറ്റ് വേണം. ഒരു സിംഗിൾ ആൻസറിലേക്ക് വന്നാൽ പിന്നെ ബ്രാക്കറ്റ് വേണം, പിന്നെ ഡിവൈഡർ ബൈ 3 എന്ന് എഴുതും. ഇനി 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ നോക്കുമ്പോഴോ, ഇനി നമ്മൾ ഇവിടുത്തെ ബ്രാക്കറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. അതിനകത്ത് ഡിവിഷനും ഇൻറ്റും ഒക്കെ വന്നിട്ടുള്ളൂ. ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്, ഡിവിഷൻ ചെയ്യണം. 90 ബൈ 5 12 ബൈ 3 ചെയ്യണം. അപ്പൊ ബാക്കിയൊക്കെ അതേപോലെ എഴുതുന്നു. 76 മൈനസ് 90 ബൈ 5 90 ബൈ 5 എത്രയായിരിക്കും വരിക, 90 ബൈ 5 18 എന്ന് കിട്ടും. ഇൻറ്റു 12 ഡിവൈഡർ ബൈ 3 12 ഡിവൈഡർ ബൈ 3 എത്രയാ, 4 ആണ് അല്ലെ. നമ്മൾ ആ ബ്രാക്കറ്റ് മറ്റേ ബ്രാക്കറ്റും ക്ലോസ് ചെയ്ത് ഇതേ ഇവിടെ ക്ലോസ് ചെയ്തു. പിന്നെ എന്താ ചെയ്യേണ്ടത്, 76 മൈനസ് എത്രയാണ്, 18 ഇൻറ്റു 4. ഇനി ഒറ്റ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ അല്ലെ. 18 ഇൻറ്റു 4 എത്രയാണ് നമ്മൾ നോക്കുമ്പോൾ 18 ഇൻറ്റു 4 എത്രയാണ്, 72 എന്നാണ് വരിക അല്ലെ. ഇനി നോക്കും 76 മൈനസ് 72 മാത്രമേ ഉള്ളൂ. 76 മൈനസ് 72 ആൻസർ എത്രയാ, 4 ആണ് അല്ലെ. ഫൈനൽ ആൻസർ എത്രയായിരിക്കും, 4 ആയിരിക്കും ഇവിടുത്തെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടാം. ഓക്കെ, ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റ് വന്നാൽ നമ്മൾ ഉള്ളിലെ ബ്രാക്കറ്റ് ആദ്യം ചെയ്ത് പിന്നീട് പുറത്തെ ബ്രാക്കറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പൊ ആ ഒരു ലെവലിൽ ചെയ്യാം. ബ്രാക്കറ്റിനകത്തും പ്ലസും മൈനസ് ഇൻറ്റു ഡിവിഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം എന്നുള്ള കേസ്. ഓക്കെ അല്ലേ, യെസ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പോസിറ്റീവ് നമ്പർ എന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ.
-2 × 3 നമുക്കറിയാം ഒരു നെഗറ്റീവ് സംഖ്യയെ ഒരു പോസിറ്റീവ് സംഖ്യയോട് ഗുണിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, ഗുണിക്കുമ്പോഴും ഹരിക്കും രണ്ട് സെയിം ഡിജിറ്റ്സ് ആണെങ്കിൽ, രണ്ടും സെയിം ചിഹ്നങ്ങളാണെങ്കിൽ, രണ്ടും സെയിം സൈൻസ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഹരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ? -2 × 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം -6 എന്ന് കിട്ടാം അല്ലെ? കാരണം മൈനസ് ഇൻറ്റു പോസിറ്റീവ്, അപ്പൊ നമുക്കറിയാം ഒരു ചിഹ്നം ഡിഫറെന്റ് ആണ്, സോ ആൻസർ മൈനസ് ആയിരിക്കും. അപ്പൊ എന്തായാലും അതല്ല പോസിറ്റീവ് നമ്പർ, അത് നെഗറ്റീവ് നമ്പർ അല്ലെ? -35 + 11 നമ്മൾ എങ്ങനെ ആലോചിക്കാം? നമുക്കറിയാം -35 എന്ന് പറയുമ്പോൾ 3 രൂപ ഞാൻ ആർക്കോ കൊടുക്കാനുണ്ട്, 35 രൂപയോ ഞാൻ ആർക്കോ കൊടുക്കാണ്ടെന്ന് ആലോചിക്കാം. ഒരു സംഖ്യയിലെ മൈനസ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ആലോചിക്കാം? അത്രയും രൂപ ആർക്കോ കൊടുക്കാണ്ടെന്ന് ആലോചിക്കാം. അതിന്റെ ഒരു സംഖ്യയിലെ പ്ലസ് കാണുമ്പോൾ 3 രൂപ എന്റെ കയ്യിലുണ്ടെന്ന് ആലോചിക്കാം. ഇവിടെ 35 രൂപ ഞാൻ ആർക്കോ കൊടുക്കാനുണ്ട്, എന്റെ കയ്യിലുള്ളത് 11 രൂപയാണ്. അപ്പൊ ഞാൻ ഈ 11 രൂപ കൊണ്ടേ കൊടുത്തു. 35 രൂപ കൊടുക്കാനുള്ള ഒരാൾക്ക് 11 രൂപ കൊടുത്താൽ നമുക്ക് എത്രയാ ശിക്ഷ ഉണ്ടാവുക? 44 രൂപ ഇനിയും കൊടുക്കാൻ, 35 രൂപ 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ കൊടുക്കാണ്ട്? 24 രൂപയും കൂടെ ഇനിയും ഞാൻ കൊടുക്കാണ്ട് അല്ലെ? 35 10 പോയ 25, ഒന്നും കൂടെ പോയ 24, അപ്പൊ 24 രൂപയും കൂടെ ഞാൻ ഇനി കടക്കാരനാണ്. കടമാണ് ബാക്കിയുള്ളതെങ്കിൽ -24 എന്ന് എഴുതാം. ഓക്കെ, അതായത് 35 രൂപ കൊടുക്കാനുള്ള ഒരാൾക്ക് 11 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കടം തീരുമോ? ഇല്ല, ഇനിയും ഞാൻ അയാൾക്ക് 24 രൂപയും കൂടെ കൊടുക്കാണ്ട് അല്ലെ? അപ്പൊ വീണ്ടും കടം എന്നുള്ള ലെവലിൽ -24 എന്ന് എഴുതാം. അത് നെഗറ്റീവ് സംഖ്യയാണ് അല്ലെ? അടുത്ത -15 / -5 നമുക്കറിയാം ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും രണ്ട് ചിഹ്നങ്ങളും സെയിം ആണെങ്കിൽ, രണ്ട് സംഖ്യകളെ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും രണ്ട് ചിഹ്നങ്ങളും സെയിം ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ -15 / -5 ഒന്നും ആലോചിക്കേണ്ട, 3 will be the answer. പോസിറ്റീവ് 3 ആയിരിക്കും ആൻസർ. അപ്പൊ ഏതായിരിക്കും ഇവിടുത്തെ പോസിറ്റീവ് നമ്പർ? സി ആയിരിക്കും. എന്നാലും നമുക്ക് 9 - 12 കൊണ്ട് ചെയ്തോ? 9 എന്ന് പറയുന്നത് പ്ലസ് ചിഹ്നമാണ് കേട്ടോ. അപ്പൊ അതായത് ഫ്രണ്ടിൽ ചിഹ്നം ഒന്നും ഇല്ലെങ്കിൽ അത് പ്ലസ് ആണ്. 9 രൂപ എന്റെ കയ്യിലുണ്ട്, 12 രൂപ ഞാൻ ആർക്കോ കൊടുക്കാനുണ്ട്. അപ്പൊ എന്റെ കയ്യിലുള്ള 9 രൂപ ഞാൻ കൊണ്ടേ കൊടുത്താലും കടം തീരുന്നില്ലല്ലോ, വീണ്ടും 3 രൂപയും കൂടെ കൊടുക്കാനുണ്ട് അല്ലെ? 12 രൂപ കൊടുക്കാനുള്ള ആൾക്ക് 3 രൂപയും കൂടെ കൊടുക്കാനല്ലേ? സോ -3 ആയിരിക്കും വരിക. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി അല്ലേ? യെസ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? +50 -25 + 12 / -26 ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഇത്രേ ഉള്ളൂ. +15 എന്നുള്ളത് അതേപോലെ +15 എന്ന് പറഞ്ഞാൽ 15 തന്നെ എഴുതാം. അപ്പൊ ഈ രണ്ട് മൈനസുകളും കൂടെ ചേർന്ന് വരുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. ഓക്കെ, പിന്നെ 25 ഉണ്ട്, പ്ലസ് അപ്പുറത്തൊരു 12 ഉണ്ട്, ഡിവൈഡഡ് ബൈ -26 ഉണ്ട്. ഇത്രയായിരിക്കും 15 + 25 it is 40. 40 + 12 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 52 എന്ന് കിട്ടും. ഓക്കെ, ആ 52 ഡിവൈഡഡ് ബൈ -26 ആണ് നമ്മൾ ചെയ്യുക. അതായത് ഇവിടെ എന്തെങ്കിലും പ്ലസ് മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാം, എന്നിട്ട് ഡിവൈഡഡ് ബൈ -26 ചെയ്യാം. നമുക്കറിയാം പോസിറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവിന്റെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്ത് 52 ഡിവൈഡഡ് ബൈ 26 2 ആയിരിക്കും അല്ലെ? ഇവിടുത്തെ ആൻസർ എത്രയാ? -2 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരും. അല്ലേ? യെസ്. എന്താണ്? If at means addition, percentage means multiplication, dollar means division, and hash means subtraction, then find the value of the following expression. അല്ലേ? ഇങ്ങനത്തെ ചോദ്യം ചില എക്സാമുകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, നെറ്റിനധികം ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് പരിശോധിച്ചേക്കാം, കാരണം എപ്പോ വേണമെങ്കിലും ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം അല്ലെ? ഒരു PSC SSC ലെവലിലേക്കൊക്കെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും മാറാറുണ്ട് നെറ്റിൽ ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പഠിച്ചു വെക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. 23 എന്നുള്ളതിന് നമ്മൾ എന്ത് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അഡീഷൻ. അപ്പൊ അറ്റ് അഡീഷൻ ആണെങ്കിൽ ഇവിടെ പ്ലസ് എഴുതി അല്ലെ? 105 ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ആണ്. സോ ഡിവൈഡഡ് ബൈ 15 അല്ലെ? പെർസെന്റേജ് എന്താണ്? പെർസെന്റേജ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ആണ്. ഹാഷ് എന്താണ്? സബ്ട്രാക്ഷൻ ആണ്, -29. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത് ഇവിടെ? ഇവിടെ നമുക്കറിയാം, നമുക്ക് ബോർഡ് മാസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, പക്ഷെ ഡിവിഷൻ ഉണ്ട് അല്ലെ? അപ്പൊ ബാക്കിയൊക്കെ അതേപോലെ എഴുതുന്നു. 23 + 105 ഡിവൈഡഡ് ബൈ 15 ആൻസർ എത്രയായിരിക്കും? അത് 9. 105 ഡിവൈഡഡ് ബൈ 15 ആൻസർ എത്രയായിരിക്കും? 7 ആയിരിക്കും കിട്ടുക കേട്ടോ. 15 × 6 90, 15 × 7 ആണ് 105 വരിക. അപ്പൊ 7 ആയിരിക്കും അവിടുത്തെ ആൻസർ. ഇൻറ്റു 6 -29. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 7 × 6 ഗുണിക്കണം അല്ലെ? 23 പ്ലസ് 7 × 6 എത്ര? 42 -29. പിന്നെ എന്ത് ചെയ്യണം? 23 12 കൂട്ടുമ്പോ നമുക്കറിയാം 3 2 5 2 6 65. പ്രത്യേകിച്ച് നമ്മൾ എത്ര കുറയ്ക്കണം? 29 കുറയ്ക്കണം. 5 9 പോവില്ല. ഇവിടെ നിന്ന് കണ്ടെടുത്തു 15 9 പോയ 6 അല്ലെ? ബാക്കി 5 2 പോയ 3. സോ ദ ഫൈനൽ ആൻസർ ഹിയർ ഈസ് 6. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ടു സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇതിൽ ഏതൊക്കെ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലാണ് നമുക്ക് ഇവിടെ ആൻസർ 40 കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് ഡിവിഷനും പ്ലസും മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും 4/2 ആദ്യം ചെയ്യണം, അപ്പൊ 2 കിട്ടും. പിന്നെ 2 × 12 ചെയ്യണം, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും അല്ലെ. അപ്പൊ 16 24 കൂട്ടിയാൽ 16 24 40, 40 - 4 36 കിട്ടുക. എന്തായാലും എന്തൊക്കെയോ മാറിയാലേ ഇവിടെ 40 എന്നുള്ള സാധനം കിട്ടുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡിവൈഡർ ബൈയും പ്ലസും മാറിക്കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. 16 ഡിവൈഡഡ് ബൈ 4, പ്ലസിന് പകരം ഡിവൈഡർ എഴുതണം, ഡിവൈഡർ ബൈക്ക് പകരം പ്ലസ് എഴുതാം. 2 × 12 - 4. ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 16/4 അല്ലെ. അതാണ് നമ്മൾ കോഡ് മാസ് അനുസരിച്ച് ഡിവിഷൻ ആണ് ഏറ്റവും ആദ്യം ചെയ്യുക. 16/4 എത്രയാ? 4 പ്ലസ് അടുത്ത ഇൻഡു ചെയ്യുമ്പോൾ 2 × 12 എത്ര കിട്ടും? 24 കിട്ടും. -4 അപ്പൊ എത്ര കിട്ടാ? 4 - 4 0 ആവും. ബാക്കി 24 ആയിരിക്കും അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. സോ അപ്പൊ അതല്ല എന്നുള്ളത് ക്ലിയർ ആണ്. 40 ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ് അത്? അടുത്ത പ്ലസ് മൈനസ് മാറ്റണം അല്ലെ. അപ്പൊ എങ്ങനെയാ വരിക? 16 പ്ലസ് പ്ലസിന് പകരം മൈനസ് എഴുതി 4 ഡിവൈഡഡ് ബൈ 2 അല്ലെ ഇൻറ്റു 12 മൈനസിന് പകരം എന്തെഴുതാം? +4. ഇതിന്റെ ആൻസർ എത്രയായിരിക്കും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 16 - 4/2 ഇൻറ്റു 12 + 4 അല്ലേ. അപ്പൊ 4/2 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 2 × 12 24 കിട്ടും അല്ലെ. അപ്പൊ 16 - 24 + 4 എന്നിങ്ങനെ വരാം. ഇതിന്റെ ആൻസർ 40 ആയിരിക്കുമോ? അല്ല അല്ലെ. 16 4 20 20 24 പോയി കഴിഞ്ഞാൽ -4 എന്നത് കിട്ടി. ഓക്കെ, അപ്പൊ -4 എന്നതായിരിക്കും അവിടുത്തെ ആൻസർ. അപ്പൊ എന്തായാലും പ്ലസും മൈനസും അല്ല എന്നുള്ളത് ക്ലിയർ ആണ്. ഇത് പ്ലസും ഇൻറ്റു ആണോ നോക്കാം. 16 പ്ലസിന് പകരം ഇൻറ്റു കൊടുക്കാം, ഇൻറ്റു 4 അല്ലെ ഡിവൈഡർ ബൈ 2. ബാക്കി ചിഹ്നങ്ങളൊന്നും മാറ്റണ്ട. ഇൻറ്റുവിന് പകരം എന്ത് കൊടുക്കണം? പ്ലസ് കൊടുക്കണം. 12 - 4. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ ഇൻറ്റു ഡിവിഷൻ പ്ലസ് മൈനസ് ഡിവിഷൻ ആണ് അല്ലെ. അപ്പൊ 16 × 4/2 എത്രയായിരിക്കും? 2 12 - 4. 16 × 2 എത്രയാ? 16 × 2 32 എന്ന് കിട്ടും. 32 + 12 - 4. ഇപ്പൊ എന്താ ആൻസർ നോക്കി? 32ഉം 12ഉം കൂട്ടിയാ 32 10 42 44 44 4 കുറച്ചാൽ യെസ് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 40 തന്നെയായിരിക്കും. കറക്റ്റ് ആണ്. അപ്പൊ 40 എന്ന് കിട്ടുന്ന ഏതിലാണ്? ഈ പ്ലസ് ഇങ്ങോട്ട് മാറ്റുമ്പോഴാണ്. ഓപ്ഷൻ ഡി വേണ്ട. അപ്പൊ ഇങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കിയാലാണ് നമുക്ക് അവിടുത്തെ ആൻസർ കിട്ടാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ ഇഫ് പ്ലസ് ആൻഡ് മൈനസ് ആർ ഇന്റർചേഞ്ച് ആൻഡ് ഇൻറ്റു ആൻഡ് ഡിവിഷൻ ആർ ഇന്റർചേഞ്ച്. അപ്പൊ എന്തൊക്കെ മാറണം? പ്ലസിനെയും മൈനസിനെയും അങ്ങോട്ട് ഇങ്ങനെ മാറ്റും, ഇൻറ്റുവിനെയും ഡിവിഷൻ അങ്ങോട്ട് ഇങ്ങനെ മാറ്റണം അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? 42 ഇൻറ്റു എന്നുള്ളതിന് പകരം എന്ത് വരണം? ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 12 അല്ലെ. മൈനസിന് പകരം പ്ലസ് 77 ആൻഡ് -30. ഓക്കെ, ഇവിടെ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ 42/7 എത്ര ഇടാ? 6 ഇൻറ്റു 12 പ്ലസ് 77 -13 എന്ന് കിട്ടും. എന്താ ചെയ്യേണ്ടത്? 6 × 12 6 × 12 72 72 77 കൂട്ടിയിട്ട് അതിന് 13 കുറയ്ക്കണം അല്ലെ. എത്രയായിരിക്കും? 72ഉം 77ഉം 149 -13 എന്ന് കിട്ടും അല്ലെ. 149 - 13 പറയുമ്പോൾ എത്ര ഫൈനൽ ആൻസർ വരാ? 9 3 പോയ 6 4 1 പോയ എത്രയാ? 3 1 അല്ലെ. അപ്പൊ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 136 ആയിരിക്കും. അപ്പൊ പ്ലസിനെയും മൈനസിനെയും അങ്ങോട്ട് മാറ്റാം, ഇൻറ്റുവിനെയും ഡിവിഷൻ അങ്ങോട്ട് മാറ്റാം, എന്നിട്ട് നമ്മൾ ബോർഡ് മാസ് അനുസരിച്ച് ചെയ്യുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ ആ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും അടുത്തായിട്ട് വരിക എന്നുള്ളതാണ് ചോദ്യം. 1 2 6 15 31 56 അല്ലെ. നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ? 1ന്റെ ഒപ്പം 1 കൂട്ടിയാലാണ് 2 കിട്ടുക അല്ലെ. 2ന്റെ ഒപ്പം 4 കൂട്ടിയാലാണ് 6 കിട്ടുക. 6ന്റെ ഒപ്പം 9 കൂട്ടിയാലാണ് 15 കിട്ടുക. 15ന്റെ ഒപ്പം 16 കൂട്ടിയാലാണ് 31 കിട്ടുക. 31ന്റെ ഒപ്പം 25 കൂട്ടിയാലാണ് 56 കിട്ടുക. അപ്പൊ എന്താ ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്ന? ആദ്യം 1 കൂടി, പിന്നെ 4 കൂടി, പിന്നെ 9 കൂടി, 16 കൂടി, 25 കൂടി. എന്താ സാധനം? യെസ്, സ്ക്വയേഴ്സ് ആണ് അല്ലെ. 1ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ഓട്ടോമാറ്റിക്കലി എടുത്തത് 6ന്റെ സ്ക്വയർ ആയിട്ടുള്ള 36 ആയിരിക്കും ഇവിടെ കൂടുക അല്ലെ. 2ന്റെ ഒപ്പം 56 + 30. 56 36 കൂട്ടി എത്ര കിട്ടാ? 6 2 ബാക്കി 1 5 3 8 1 9 ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. യെസ്, അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഇപ്രാവശ്യത്തെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ആൻസേഴ്സ് ഒക്കെ കിട്ടാത്ത ആൻസേഴ്സ് ഒക്കെ ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിൽ തെറ്റുണ്ടായിരുന്നു. ഓക്കെ, അത് 12 എന്നാക്കി വായിക്കാം.
ബാക്കിയെല്ലാം ഏകദേശം നിങ്ങൾ എല്ലാവരും ചെയ്തെത്തിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ജൂൺ 2026 നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണം. അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന PhD ആണെങ്കിൽ PhD, നെറ്റ് ആണെങ്കിൽ നെറ്റ്, JRF ആണെങ്കിൽ JRF, അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നു. അതിന് ഒരേ മനസ്സോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.